ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ ചൊവ്വാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. ഇന്നിപ്പോൾ നല്ല ദിവസമായിരുന്നോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം ഇന്ന് പ്രതീക്ഷിക്കാത്ത യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കറണ്ടിൻ്റെ കാര്യം. അപ്പോൾ ഇന്ന് ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പുതിയൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്കിയുടെ വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന ഒരു മോനാണ്. അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വരുന്നു പറഞ്ഞ കാരണം നേരത്തോടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പതിവ് പോലെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ ഗ്രൂപ്പിൽ ചോദിച്ചു ഇന്ന് പൂരിയും പരിപ്പ് കറി അല്ലേന്ന്. കാരണം ഇന്നലത്തെ വീഡിയോയിലുണ്ടല്ലോ രാത്രി പരിപ്പ് കറി വെച്ചിട്ടുള്ളതും പൂരി ചപ്പാത്തി ബാക്കി വന്നിട്ടുള്ളതും. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ പൂരിയും പരിപ്പ് കറിയും തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മുടെ തോമുവിനെ അപ്പാപ്പനാണെന്ന് നേരത്തോടെ കൊണ്ടുവന്നാക്കി. കാരണം അവൻ ഈ പണിയാൻ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഉള്ള ബഹളവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വെറുതെ ഒരു പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവനതേ പ്ലേ സ്കൂളിലേക്ക് കൊണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് നമ്മളുടെ പതിവ് പോലെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് ഭയങ്കര ഭംഗിയായിട്ടാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇനി അത് ഒന്ന് വെട്ടണം എന്നുണ്ട്, പക്ഷേ എനിക്ക് വെട്ടാനും തോന്നുന്നില്ല. അപ്പോൾ ഇന്നാൾ ഞാൻ ഇതിങ്ങനെ കാണിച്ച് വെട്ടേണ്ട കാര്യം പറഞ്ഞപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു, അയ്യോ ആൻറ്റി വെട്ടണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കാണാൻ നല്ല ഭംഗിയുണ്ടത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ വെട്ടാനും തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും നമ്മളുടെ വീഡിയോ കുറേ പിന്നാക്കാണ്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കണ കാരണം എവിടെ നിന്നാണ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എണീറ്റ് നമ്മുടെ മാതാവിൻ്റെ അവിടെ മെഴുതി എത്തിച്ചതിന് ശേഷം കട്ടൻ്റെ അടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് കാര്യങ്ങൾ വേഗം ചെയ്തു. കാരണം ഈ കുട്ടി വരുമ്പോഴേക്കും പരിപാടികൾ തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ പുറത്ത് നമ്മുടെ നല്ല ചൂടാണ് കേട്ടോ. എല്ലാ ദിവസവും പറയണ പോലെ ഇന്നും ഞാൻ പറയണത് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. ഇവിടെ ഞാൻ ഇടയ്ക്ക് കറണ്ട് പോവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലൈനിൽ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ ശരിക്ക് 2 ആഴ്ചയായിട്ട് ഫുള്ള് മറ്റേ സോളാർ വർക്ക് ചെയ്യണ്ട, അതായത് 3 ഫേസ് വർക്ക് 3 ലൈനിലും കറണ്ട് ഉണ്ടെങ്കിലേ സോളാർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒരു ഫേസിലാണ് ഷാജി കൊടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രശ്നം പറ്റിയതും. അപ്പോൾ അങ്ങനെ ആ മോൻ വന്നിട്ട് ഒരേ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് നോക്കുകയാണ്. ശരിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്തു കേട്ടോ. കാരണം കുറേ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു. അപ്പോൾ അപ്പാപ്പൻ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ തോമുവിന് വേണ്ട, അപ്പ തന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ശരി അപ്പ കൊണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അതേ കൊണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ജീപ്പൊക്കെ എടുത്ത് അവൻ പുറത്തിട്ട് ഇപ്പോൾ കാലത്ത് കുറച്ച് നേരം ജീപ്പ് ഓടിച്ച് കളിക്കില്ല. അപ്പോൾ ഇന്നാണ് നമ്മുടെ ചാക്കോച്ചന് വാക്സിൻ കൊടുക്കുന്ന ദിവസം. അപ്പോൾ ചാക്കോച്ചനെയും കൊണ്ട് അപ്പയും അമ്മയും പോവുകയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചന് സ്ലീവ്ലെസ്സിൻ്റെ ട്രൗസറും ബനിയനൊക്കെ ഇടിച്ചൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്, വാക്സിൻ കൊടുക്കാൻ എളുപ്പത്തിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ ഏരി സുന്ദരക്കുട്ടനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും അവർ പോയിക്കോട്ടെ എന്നായിരുന്നു. കാരണം ഇവിടെ പണി നടക്കുമ്പോൾ കറണ്ട് മറ്റേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യില്ലോ. അപ്പോൾ ചൂടുകൊണ്ട് സ്വതവേ അറിയാമല്ലോ, ചൂട് ഭയങ്കര. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ അവനെ സംബന്ധിച്ച് അവൻ ഭയങ്കരമായിട്ട് വിയർക്കുന്ന കുട്ടിയെ വിയർക്കുമ്പോഴാണ് അവന് പ്രശ്നങ്ങൾ വരുന്നതും. അപ്പോൾ ശരിക്കും ആ സമയത്തേക്ക് അവർ പോയതുകൊണ്ട് വേറെ കുഴപ്പമുണ്ടായില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു 3 മണി ആകുമ്പോഴേക്കും ഞാൻ കിടന്നു. എനിക്ക് തീരെ പറ്റാണ്ട്. അപ്പോൾ ഈ മോൻ ശരിക്കും ഒരു 11:30 വരെയുള്ള പണികളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ ആ സമയത്ത് അന്ധകാരമാണല്ലോ, മൊത്തം ഇരുട്ടാണ്. അപ്പോൾ ഇതൊക്കെ സോഫയും സെറ്റിയും കാര്യങ്ങളൊക്കെ വലിച്ചു വരിയിട്ടിട്ടാണ് കാര്യങ്ങൾ. അവിടെയാണല്ലോ മെയിൻ സ്വിച്ച് ഇരിക്കുന്നത്, അവിടെ സ്വിച്ച് ബോർഡ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് സെറ്റിയൊക്കെ മാറ്റിയിട്ടാണ് അവിടെ സ്റ്റൂൾ ഇട്ടിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഇരുട്ടത്ത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഏതെങ്കിലും ഒരു കബേർഡ് ഒതുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ കബേർഡിൻ്റെ കുപ്പികളും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടു. അപ്പോൾ നമ്മുടെ പൊന്നു വിളിച്ചതാണ് കേട്ടോ, ഡിമ്പിൾ വിളിച്ചതാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വേഗം വിചാരിച്ചു ഇന്ന് നമുക്ക് ലതയുടെ അമ്മേനെ ഒന്ന് കാണാൻ പോകണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് തീരെ വയ്യ എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടികൾ പോയിട്ട് വരണം, വാക്സിൻ കഴിഞ്ഞ് വരണം, പിന്നെ ഇവിടുത്തെ പണികളും കഴിയണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരം
അവർക്ക് പാലും പെഡിഗ്രിയും വെക്കണതിന് പകരം ഞാൻ കുറച്ച് റവ എടുത്തിട്ട് പാലിൽ കുറുക്കി കൊടുത്തു അവർക്ക്. അപ്പോൾ വൈകുന്നേരം വരെ അവർക്ക് പിടിച്ച് നിൽക്കാമല്ലോ. ഞാൻ വരുമ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതും പെഡിഗ്രിയും കൂടിയിട്ടാണ് കേട്ടോ കൊടുത്തത്. പക്ഷേ ഞാൻ പോവാറായപ്പോഴേക്കും കുറച്ച് ചിക്കൻ്റെ മറ്റേ കോഴിയുടെ കാലും ഇട്ട് കൊടുത്തിട്ടാണ് പോയത്. എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നോമ്പ് കാലം കഴിഞ്ഞ കാരണം നമ്മുടെ കൊണ്ടാട്ടത്തിനൊക്കെ ഇത്തിരി എന്താ പറയുക ഉപയോഗം കുറവാണ്. അപ്പം ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ അതൊന്നും കൂടി വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് കുപ്പിയിലേക്ക് മാറ്റി വെച്ചു. അപ്പം ഇവിടെ സബോളയും ഉണക്കാണ്ടല്ലോ, സബോള ഉണങ്ങിയതാണ്, എന്നാലും ഞാൻ വിചാരിച്ചു നല്ലോണം ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ 12:45 എൻ്റെ പണികളൊക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഡാഡിക്കുള്ള ചോറ് വെക്കല്ല ചോറുണ്ട്, അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയാൽ മതി. പിന്നെ പോർക്ക് നമ്മുടെ ഈസ്റ്ററിൻ്റെ പോർക്ക് ഇറച്ചിരിക്കുന്നുണ്ട്, രാവിലത്തെ പരിപ്പ് കറിയുണ്ട്, മീൻ വറുത്തത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പടപടയെന്ന് ചെയ്ത് കഴിഞ്ഞാൽ 3 അടുപ്പിലായി കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങോട്ട് കഴിയും. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് മറ്റേ എന്താ പറയുക പോർക്കിറച്ചി ഓവനിൽ ചൂടാക്കി അപ്പുറത്ത് ചോറ് വെച്ചു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ നമ്മുടെ റോസിൻ്റെ പെറ്റൽസ് ഏതെല്ലാം ഞാൻ അന്ന് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഈ 2 കൂട്ടം ഇരിക്കേണ്ടെന്ന് ഇതും കൂടി ഉണങ്ങട്ടെ വെച്ചിട്ട് അതും ഞാൻ പുറത്തെടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ആകെ ഇത്ര ചോറാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്, നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ബാക്കി. അപ്പോൾ ആ ചോറ് എനിക്കും ഡാഡിക്കും അത് മതി, ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ഇതും ഇന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 പേരും 3 സമയത്താണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഡാഡി കഴിച്ചിട്ട് പോയി, പിന്നാലെ ഞാൻ കഴിക്കാതിരിക്കുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് തലചുറ്റി. അപ്പോൾ എനിക്ക് തോന്നണത് നമ്മുടെ ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡോണും ഡിവൈനും വന്നു. അപ്പോൾ ഡോൺ ഇറങ്ങിയില്ല, ഡിവൈനും മോനും കൂടിയിട്ട് മുകളിൽ കയറി. അപ്പോഴത്തേക്കും കറണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഡോണും വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഡോണും ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ശരിക്കൊരു 3:30 ഞങ്ങൾ 3:30 4 ഇറങ്ങുമ്പോൾ. 3 മണിക്ക് പോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിടന്നിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 4 4:15 ആയി തോന്നുന്നുണ്ട് ഇറങ്ങുമ്പോൾ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഡോൺ വരുമ്പോൾ തോമോനെയും കൊണ്ട് പോന്നു കേട്ടോ, കാരണം അവൻ പ്ലേ സ്കൂളിലായിരുന്നല്ലോ. അപ്പോൾ അവനെ കൊണ്ടുവന്ന് അവനെയും ഡ്രസ്സ് മാറിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങുക ചെയ്തത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 6:30 ആയിട്ട് തോന്നുന്നുണ്ട് ലതയുടെ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഒരു 6:30 7 മണിയോട് കൂടിയിട്ട് അങ്ങോട്ട് എത്തിയേക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പാച്ചൂട്ടൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഓച്ചു വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ പോയതിൻ്റെ ഞാൻ തോന്നുന്നുണ്ട്. എനിക്ക് ആ കുട്ടികളെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ വിളിച്ചിട്ടുമില്ല, എനിക്ക് വിളിക്കാനുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഈ അപ്പയും മോനും ഇപ്പം ഇതെങ്ങനെയാണ്, അപ്പ വർക്ക് ചെയ്യുമ്പോൾ ഒപ്പം മോനും ഇരിക്കും ഇത്ര, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വിശേഷം. അപ്പോൾ അവർ ഇന്ന് ആടുജീവിതത്തിന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലതയുടെ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും നല്ല ഇരുട്ട് തന്നെയായി നല്ലോണം. എനിക്ക് തോന്നുന്നു 8 മണിയൊക്കെ ആവാറായി തോന്നുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അവിടെ നിന്ന് നേരെ ഞാൻ വല്യമ്മേനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു മോളിയുടെ വീട്ടിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഒക്കെ കുട്ടികളുടെ ഫോണിലാണ്. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ ഈ നേരത്തെ ഞാൻ അവരെ വിളിച്ചിട്ട് ഫോട്ടോ സെൻഡ് ചെയ്യാൻ പറയുന്നത് മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ശരിക്കും പ്ലാനായിരുന്നത് മടക്കം വരുമ്പോൾ റോസിൻ്റെ വീട്ടിലിറങ്ങുക എന്നുള്ളതായിരുന്നു, റോസയുടെ അടുത്ത്. കാരണം ഇന്ന് തക്കുടുവിൻ്റെ ബർത്ത്ഡേയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ബുധനാഴ്ച കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റായി, അതുകൊണ്ട് എല്ലാ പ്ലാനും തെറ്റി. അപ്പോൾ റോസയുടെ അടുത്തേക്ക് ഒന്ന് സർപ്രൈസായിട്ട് പോകണമെന്ന് വിചാരിച്ചത് നടന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ ചാക്കോച്ചന് വാക്സിൻ കൊടുത്ത കാരണം ഞങ്ങൾക്കൊരു പേടി, പനിക്കോ എങ്ങനെയാണാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അവനാച്ച പതിവില്ലാണ്ട് വെറുതെ മൂളായിരുന്നു. അപ്പോൾ ഇനി പനിക്കണ്ട, ഇനിയിപ്പോൾ നമ്മൾ യാത്ര ചെയ്തിട്ട് ഒരു പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ നമ്മളെപ്പോൾ പോകുമ്പോഴും നിറച്ച് പലഹാരങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ലുലുവിൻ്റെ സൈഡിലത്തെ റൂട്ട് കൂടെ പോകുമ്പോഴാണിത്. പക്ഷേ ഇന്ന് ചെന്നപ്പോൾ എല്ലാം കഴിഞ്ഞേക്കണു. കാരണം സമയം കുറേ ലേറ്റായല്ലോ. ഞങ്ങൾ ലതയുടെ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ വല്യമ്മേരെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ ലേറ്റായി. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ വല്ല സ്നാക്സ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മുന്നിലേക്ക് പോയി ഇഫ്താറിൽ പോയിട്ട് ഇറങ്ങി, ലുലുവിൻ്റെ അപ്പുറത്തുള്ള ഇഫ്താറിൽ. അവിടെ ചെന്നപ്പോഴും അവിടെ സ്വീറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ലതയുടെ അവിടെ നിന്ന് തന്നെ ഓൾറെഡി സ്വീറ്റ്സാണ് കഴിച്ചത്. അവിടെ വല്യപ്പൻ്റെ അവിടെ നിന്നും
കൂൾ ഡ്രിങ്ക്സും ഒക്കെ മധുരമുള്ളതാണ് കഴിച്ചത്. അപ്പോൾ എനിക്കും ഡാഡിക്കും വല്ലാണ്ട് മധുരം അടിച്ച് കയറ്റണ്ടെന്ന് വെച്ചിട്ട് ഡോൺ പറഞ്ഞു ഇവിടെ ഫുൾ മധുരമാണ്, അപ്പോൾ അതുകൊണ്ട് വേണ്ട, നമുക്ക് എന്നാൽ ഡിന്നർ തന്നെ കഴിക്കാൻ പുറത്തുനിന്ന്, ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആവില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെന്നാൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങി. അപ്പോൾ തോമു എൻ്റെ മടിയിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോമുവിനെ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരേ ഭാഗങ്ങൾ വീഡിയോ എടുത്ത് അവനിഷ്ടം അതൊക്കെ കാണാനും കേൾക്കാനൊക്കെ. അപ്പോൾ മെട്രോൻ്റെ അവിടെ, മെട്രോൻ്റെ സ്റ്റേഷൻ, ട്രെയിൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ മൂപ്പർക്ക് ഭയങ്കര കൗതുകം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പിന്നീട് കണ്ട റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഒരു തിക്കും തിരക്കും ബഹളമൊന്നുമില്ല, നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലം, നല്ല ഫുഡുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ ഇറങ്ങി തോമുവിന് ആസ് യൂഷ്വൽ ഒരു ഐസ്ക്രീം, അവനത് മതി എന്ന് പറഞ്ഞു. അതെടുത്ത് അവിടെ ഇരുന്നു. പിന്നെ ചാക്കോച്ചനെ സംബന്ധിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ സ്ഥലം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ മന്തിയാണ്, കുഴിമന്തിയാണ് കഴിച്ചത്, അൽഫാം മന്തി, അങ്ങനെ അങ്ങടെ പെരി പെരി അൽഫാം മന്തി അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്ര വലിയ തിരക്കുമില്ല, എന്നാൽ ആവശ്യത്തിന് ഉള്ള തിരക്കും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, വളരെ ശാന്തതയും നല്ല നീറ്റുമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാതും റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റേ 3 ഫേസിൻ്റെ ഈ പ്രശ്നം കാരണം ഞങ്ങൾക്കത് ധൈര്യമില്ല. കാരണം ഒന്നിച്ച് ലൈറ്റും പിന്നെ AC-യും സാധനങ്ങളൊന്നും ഒന്നിച്ച് വർക്ക് ചെയ്യുകയായിരിക്കും ഒന്ന് തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങി. അപ്പോൾ എവിടെയോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചെറുതായിട്ട് മഴ ചാറുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെന്ന് ഇതിൻ്റെ ഇടയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. കാരണം അമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര കാണുമ്പോൾ കണ്ടു നിൽക്കാനായിട്ട് ഭയങ്കര വിഷമം, കാരണം നല്ല പെയിനാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് വീട്ടിലേക്ക് തിരിച്ച് വന്ന് കയറുമ്പോൾ 11:45, ശരിക്കും 11:45 അപ്പോൾ വീട്ടിൽ ചെറുതായിട്ട് മഴ, അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ മഴയൊക്കെ ആ വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ നേരത്തെ ചാറിയത് തന്നെയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ വന്ന് എല്ലാം ഒതുക്കിയിട്ടിട്ടാണല്ലോ പോയത്, നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ തിരിച്ച് വന്നിട്ട് ഡിവൈൻ കുട്ടികൾക്കുള്ള ഫ്ലാസ്കിലേക്ക് വെള്ളം തിളപ്പിച്ചു എന്നല്ലാണ്ട് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ മഴയായ കാരണം 3 ആളും കൂട്ടിൽ കയറി കിടക്കുക. അപ്പോൾ ഞാൻ അവർക്കുള്ള ഇറച്ചി വെച്ച് കൊടുത്തിട്ട് ഗേറ്റ് മറ്റേ കൂടും അടച്ച് തിരിച്ചിങ്ങോട്ട് പോകുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കണ്ടു ഇവിടെ ഒന്നും വെള്ളമായിട്ടില്ല, അതായത് മഴ അങ്ങനെ കാര്യമായിട്ട് പെയ്തിട്ടില്ല എന്നർത്ഥം. അങ്ങനെ അകത്ത് കയറി വന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സവോള ഒരുവിധമല്ല, ശരിക്കും ഒരു 100% ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു നാളെ വെയിലാണെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ചെടുത്ത് അങ്ങനെ തന്നെ വെച്ച് 3-4 ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ ഒതുക്കിയപ്പോൾ കിട്ടിയ കുപ്പികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതാത് സ്ഥാനങ്ങളിലൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഇവിടുത്തെയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കടന്നു. കിച്ചണിലും ഞാൻ പറഞ്ഞില്ലേ കാര്യമായിട്ടൊന്നും ചെയ്യണ്ടായിരുന്നില്ല, ഒക്കെ ക്ലീനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് പോയാൽ തിരിച്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ക്ഷീണം ഉണ്ടെങ്കിലും ഒന്നും ചെയ്യേണ്ട, നമുക്ക് നേരെ പോയിട്ട് കിടന്നാൽ മതി. തിരിച്ച് നമ്മൾ പണി ബാക്കിയിട്ടിട്ടാണ് പോയെന്ന് വെച്ചാൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് തീരെ വയ്യാണ്ടാവുമ്പോൾ ഇതൊന്നും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവില്ല. ഈ ഒരു പണി ഞാൻ പിന്നാക്കിട്ടാട്ടോ പോയത്. ഇത് മാത്രം എനിക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ഇത് നന്നാക്കി പോയതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തലചുറ്റി ഞാൻ വന്ന് കിടന്നു എന്നാ. എനിക്ക് കിടന്നത് എന്നെ ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഡിവൈനെ ഞാൻ വിളിച്ച് വന്ന് പ്രഷർ നോക്കി ഗുളിക കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഓക്കെ ആയത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് സെൻഡ് ചെയ്യേണ്ട ഓർഡറുകളായിരുന്നു. പക്ഷേ ഈ കറണ്ടിൻ്റെ അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ വൈഫൈ കട്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഫോണിൽ റേഞ്ച് വളരെ കുറവാണ്. അപ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ പിന്നെ നോക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ഇന്ന് ശരിക്കും എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ എല്ലാ കുട്ടികളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച കഴിഞ്ഞിട്ടെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ടാവാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ എനിക്ക് പെൻഡിങ്ങുള്ള സംഭവങ്ങളാണ്. ഇത് മാത്രമാണ് കേട്ടോ ബാക്കി വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എല്ലാവരോടും ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ചെറിയൊരു സമാധാനം. അപ്പോൾ ഇതൊക്കെ എനിക്ക് നാളെ രാവിലെ തന്നെ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് കവറുകളിലാക്കി റെഡിയാക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഡാഡി വെച്ചാൽ ഓൾറെഡി ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട്
കുറേ കുട്ടികൾ ചോദിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊരു അമ്മയ്ക്കും കുട്ടിക്കും ഉള്ളതാണ് കേട്ടോ. വളയും അമ്മയ്ക്കുള്ള കമ്മലും കൊച്ചിനുള്ള കമ്മലും. ഇത് ബ്രേസ്ലെറ്റ്സാണ്. അപ്പോൾ അങ്ങനെ ഇതേ കാര്യങ്ങൾ കുറച്ചുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഡാഡിയും ഒപ്പം ആ മോൻ്റെ ഒപ്പം ഡാഡിയും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡാഡീനെ അതിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ച് ചെയ്യാനും എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നാളെ തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റി. ഇത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ വന്നിട്ടുള്ളതാണ് കേട്ടോ. അത് പാലക്കയുടെ പച്ച കളറാണ് നടുക്ക് വന്നിട്ടുള്ളത്. മറ്റേതൊക്കെ ലക്ഷ്മി. നല്ല ഒരു പാറ്റേണാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം അമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റി. അതുപോലെ വല്യമ്മേനെയും കാണാൻ പറ്റി. ചാക്കോച്ചൻ എന്താ പറയുക, ചാക്കോച്ചൻ ചിരിച്ചപ്പോൾ ലതയുടെ അമ്മയും ചിരിച്ചു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം. അപ്പോൾ എന്തായാലും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു. ഇനി അധികം വേദന ഇല്ലാണ്ടിരിക്കട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നാളെ, അതായത് ബുധനാഴ്ച, തക്കുടുവിൻ്റെ ബർത്ത്ഡേ ആണ്. റോസയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും ഉണ്ടാവുക. അവൻ്റെ പേര് അമൻ എന്നാണ് കേട്ടോ. ഞങ്ങൾ തക്കുടു എന്ന് വിളിക്കുന്നതാണ്. അമൽ ആലപ്പാട്ട് എന്നാണ്. അപ്പോൾ വൺസ് മോർ ഹാപ്പി ബർത്ത്ഡേ തക്കുടു. എല്ലാ ഐശ്വര്യം എൻ്റെ മോനുണ്ടാവട്ടെ കേട്ടോ.